ഇതൊക്കെ ഇരിക്കുള്ളൂ. പിന്നെ പിടിക്കണോ? അടിപൊളി. കുഞ്ഞാവേ അപ്പൂപ്പ എഴുന്നേറ്റിരിക്കുന്നുണ്ടോ? വെള്ളം കൂടെ വെള്ളം കൂടെ. നമുക്ക് അങ്ങോട്ട് നടന്നു പോയാലോ? ഒന്ന് പതുക്കെ എഴുന്നേറ്റ് നിന്നാലോ? ആണോ? അത് പതുക്കെ നടന്നു നോക്കിയാലോ? കയ്യെ പിടിച്ച് പൊട്ടി ആണോ? കമളയായിട്ട് വന്നോ? കുറവോ? ആ പുറവശം നോക്കട്ടെ. പുറവൊക്കെ നല്ല പൊട്ടി. ആണോ? ബെഡേ കിടന്ന് 3 ദിവസം കഴിഞ്ഞോ? ആഹാ, ഒരു പാട് പോലും കാണാനില്ല. എനിക്ക് 8 വർഷം കിടന്ന ആളിന്റെ പുറമാണ് ഇത്. മാജിക് ബെഡ് തന്നെ ഇത്. വീണ്ടും രണ്ടാമതൊരു ഫിക്സ് വന്നായിരുന്നു. ഫിക്സ് വന്നപ്പം ആകപ്പാടെ എത്ര വർഷമായി കിടക്കുന്നു? അച്ഛന് ഇപ്പൊ 7 വർഷമായി കിടക്കുന്നു. 7 വർഷമായി കിടന്നത് രണ്ടാമത് പെട്ടെന്ന് ഫിക്സ് വന്നപ്പം ആൾക്ക് തീരെ ഏൽക്കാനും നേരത്തെ വന്നാൽ ചെറുതായിട്ടൊക്കെ ഏൽക്കുമായിരുന്നു. രണ്ടാമത്തെ ഫിക്സ് വന്നപ്പോ ആള് പൂർണ്ണമായിട്ടും ഒരു ചെറിയൊരു കോമ സ്റ്റേജ് പോലെ തന്നെ ആയായിരുന്നു. അത് കഴിഞ്ഞ് KMS ഹോസ്പിറ്റലിലായിരുന്നു അച്ഛനാക്കിയത്. അവിടെ നിന്ന് തന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ അവർ തന്നെ വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴും മുക്കിക്കൂടെ തന്നെയായിരുന്നു മുക്കിക്കൂടെ തന്നെ ട്യൂബിട്ടായിരുന്നു ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത്. അതുപോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പുറമൊക്കെ ഭയങ്കരമായിട്ടൊന്ന് ചുമക്കാനൊക്കെ തുടങ്ങി. മതിയോ? ശ്വസിച്ചിരുന്ന ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരുന്നു അച്ഛൻ ശ്വസിച്ചുകൊണ്ടിരുന്നത്. കാരണം ഓക്സിജൻ പരമാവധി താന്നു പൊക്കോണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 60-65 ഓക്സിജൻ ലെവല് വന്നത്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു വീട്ടിൽ ചെന്നാലും ഓക്സിജൻ എങ്ങനെയും കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഓക്സിജനിലായിരുന്നു അച്ഛൻ മുക്കിക്കൂടെ ട്യൂബിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. മുക്കിക്കൂടെയായിരുന്നു ഭക്ഷണം ഞങ്ങൾ ഇതിക്കൂടെ ആയിട്ട് അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. എന്നാണേലും ഞങ്ങൾ ആകെപ്പാടെ വിഷമായിരുന്നു ഞങ്ങൾക്ക്. കാരണം വെച്ചാൽ തീരെ അതുപോലെ ഒരു ആരോടുമായിട്ടൊരു സംസാരമോ ഒന്നും ഇല്ലാതെ തീരെ ഒരു ഉറങ്ങിയൊരു അവസ്ഥ തന്നെയായിരുന്നു അച്ഛന്. അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ടുവന്ന് ഒരു 4-5 ആന്റിബയോട്ടിക് മാറിക്കൊടുത്തിട്ടും അച്ഛന് ചുമയും കഫക്കെട്ടും തീർത്തും അങ്ങ് മാറുന്നില്ല. എന്നാലും അത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഈ ബയോട്ടോറിയം ബെഡ് കൊണ്ടുവന്ന് അച്ഛൻ്റെ അനിയനാണ് അതിൻ്റെ ആള്. അദ്ദേഹം കൊണ്ടുവന്ന് ഈ ബയോട്ടോറിയം ഇതിലൊന്ന് കടത്തി നോക്കൂ എന്ന് പറഞ്ഞു.